ആധ്യാത്മിക ഷിൽജ. എല്ലാവർക്കും മലയാള എക്സ്പ്രസ് ന്യൂസിലെ സായാഹ്ന വാർത്തയിലേക്ക് സ്വാഗതം. കാലവർഷക്കെടുതിയിൽ അടിയന്തര യോഗം ചേർന്ന് മന്ത്രിസഭ. പ്രളയക്കെടുതി നേരിടാൻ പത്തനംതിട്ടയിൽ പ്രത്യേക സന്നാഹമൊരുക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സ്ഥിതി നിയന്ത്രണ വിധേയമെന്നാണ് വിലയിരുത്തലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഡാമുകളിൽ നിന്ന് വെള്ളമൊഴുക്കുന്നു എന്നത് വ്യാജ പ്രചാരണമാണെന്നും വ്യാജ പ്രചാരണത്തിൽ നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. നിലവിൽ പ്രധാന അണക്കെട്ടുകളിൽ ജലനിരപ്പ് കുറവാണെന്നും അതിനാൽ വ്യാജ പ്രചരണങ്ങളിൽ ജനങ്ങൾ പരിഭ്രാന്തരാകേണ്ടതില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. മഴക്കെടുതിയിൽ ഇതുവരെ 15 പേർ മരിച്ചതായും 7 പേരെ കാണാതായതായും മുഖ്യമന്ത്രി അറിയിച്ചു. പ്രളയക്കെടുതിയിൽ മരിച്ചവരുടെ സംസ്കാര ചടങ്ങിന് 10,000 രൂപ നൽകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വീടുകളിൽ വെള്ളം കയറിയവർക്കും 10,000 രൂപ നൽകും. വീടും സ്ഥലവും നഷ്ടമായവർക്ക് 12 ലക്ഷം രൂപയും വീട് നഷ്ടമായവർക്ക് 8 ലക്ഷം രൂപയും നൽകും. സംസ്ഥാനം പ്രളയക്കെടുതി നേരിടുമ്പോൾ താൻ ഭക്ഷണം കഴിച്ചു എന്ന പേരിൽ മാധ്യമങ്ങളിൽ നടക്കുന്ന പ്രചരണങ്ങൾ അതീവ ഹീനവും മര്യാദകേടുമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. 2018 പ്രളയകാലത്ത് അന്നത്തെ മുഖ്യമന്ത്രി നിരാഹാരമായിരുന്നുവെന്ന് തനിക്കറിയില്ലായിരുന്നുവെന്നും അദ്ദേഹം പരിഹസിച്ചു. ഹെലികോപ്റ്റർ വിവാദത്തിൽ പ്രതികരിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ താൻ ഹെലികോപ്റ്റർ ഉപയോഗിച്ചത് വ്യക്തിപരമായ ആവശ്യങ്ങൾക്കല്ലെന്നും കൊച്ചിയിലെത്തിയ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഗ്രൂപ്പിനെ കാണാനാണെന്നും അദ്ദേഹം വിശദീകരിച്ചു. തമിഴ്നാട് മുഖ്യമന്ത്രിയെ കണ്ട ശേഷം കൊച്ചിയിലെത്തിയ ഈ സംഘത്തിന് ഞായറാഴ്ച ഡൽഹിയിലേക്ക് മടങ്ങേണ്ടതുണ്ടായിരുന്നുവെന്നും വന്ദേഭാരതിന് പോകാനായിരുന്നു ആദ്യം തീരുമാനിച്ചതെങ്കിലും സമയക്കുറവ് മൂലമാണ് പ്ലാൻ മാറ്റിയതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. പ്രതിമാസം 80 ലക്ഷം രൂപ വാടക നൽകി 25 മണിക്കൂർ സൌജന്യമായി പറക്കാൻ കരാറുള്ള ഹെലികോപ്റ്റർ ഉപയോഗിച്ചതിലൂടെ സർക്കാരിന് 1 രൂപയുടെ പോലും അധിക ചെലവുണ്ടായിട്ടില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മഴ ശക്തമായ സാഹചര്യത്തിൽ സ്ഥിതിഗതികൾ വിലയിരുത്തി നടപടികൾ സ്വീകരിക്കുന്നതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ആരോഗ്യവകുപ്പ് മരുന്ന് എത്തിക്കാത്തതുകൊണ്ട് ആർക്കും എലിപ്പനി വരില്ല. ദുരിതാശ്വാസ ക്യാമ്പിൽ ആവശ്യത്തിനുള്ള മരുന്നുകൾ എത്തിച്ചിട്ടുണ്ടെന്നും ആരോഗ്യമന്ത്രി വ്യക്തമാക്കി. പത്തനംതിട്ടയിലെ അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ പൂർണ്ണമായി തയ്യാറെന്നും ക്ലീനിംഗ് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ തന്നെ തീർക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും റവന്യൂ വകുപ്പ് മന്ത്രി എ പി അനിൽകുമാർ. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ മന്ത്രി പി സി വിഷ്ണുനാഥിന്റെ നേതൃത്വത്തിൽ നടക്കുകയാണെന്നും റവന്യൂ മന്ത്രി കൂട്ടിച്ചേർത്തു. ആറന്മുളയിൽ അതിശക്തമായ മഴയും വെള്ളപ്പൊക്കവും തുടരുന്നു. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിന് സമീപം നിരവധി പ്രദേശങ്ങൾ പൂർണ്ണമായും ഇപ്പോഴും വെള്ളത്തിനടിയിലാണ്. റാന്നിയിൽ കയറിയ വെള്ളം മുഴുവൻ ഒഴുകിയെത്തുന്നത് ആറന്മുളയിലേക്കാണ്. മാനസിക ശാരീരിക ആരോഗ്യത്തിന് പ്രാധാന്യം നൽകുന്നവരാണ് നമ്മൾ എല്ലാവരും. ശാരീരിക ആരോഗ്യത്തിന് ഒരു മികച്ച പരിഹാരം തേടി ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത് ബോൺ സെറ്റിങ്ങിന് സ്പെഷ്യലൈസ് ചെയ്ത കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിയിലെ ജീവനം ആയുഷ് ക്ലിനിക്കിലാണ്. ആയുഷ് ക്ലിനിക്കിലെ ചികിത്സാ വിധികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കേരളത്തിലും GCC കൺട്രീസിലും 35 വർഷത്തെ സേവന പാരമ്പര്യമാണ് ജീവനം ആയുഷ് ക്ലിനിക്കിന് പറയാനുള്ളത്. ബോൺ സെറ്റിംഗ് മാത്രമല്ല, അതിനോടൊപ്പം തന്നെ പ്രസവ ശുശ്രൂഷയും ഒപ്പം തന്നെ സന്ധിവാത ചികിത്സയുമാണ് ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചികിത്സാ വിധികൾ എന്ന് പറയുന്നത്. മാത്രവുമല്ല, നിരവധി സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് തന്നെയാണ് ജീവനം ആയുഷ് ക്ലിനിക്കിന്റെ ഏറ്റവും വലിയ മുഖമുദ്ര. ഇവിടെ വന്ന് ഞാൻ ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് എനിക്ക് ഒത്തിരി വ്യത്യാസങ്ങൾ, എന്താ പറയുക, എൻ്റെ കൈയും കാലും ഒക്കെ നല്ല സുഖമായിട്ട് റിലാക്സ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. നാഡി, ഞരമ്പ്, സന്ധി, അസ്ഥി സംബന്ധമായ വിവിധ രോഗങ്ങൾക്ക് ചികിത്സ തേടിയെത്തുന്നവരാണ് ഇവിടുത്തെ ഒട്ടുമിക്ക പേഷ്യൻസും. ഇവിടുത്തെ ഏറ്റവും വലിയൊരു സവിശേഷത എന്ന് പറയുന്നത് ഗുരുക്കൾ ഇബ്രാഹിം ഹാജിയുടെ സേവനം തന്നെയാണ്. എല്ലാ ശനിയാഴ്ചകളിലുമാണ് ബോൺ സെറ്റിങ്ങിന് സ്പെഷ്യലൈസ് ചെയ്ത ഈ ഒരു സേവനം രോഗികൾക്ക് വേണ്ടി നൽകുന്നത്. വേദനയോടെ എത്തുന്ന രോഗികൾക്ക് പുഞ്ചിരിയോടെയുള്ള മടക്കം, അതുതന്നെയാണ് ജീവനം ആയുഷ് ക്ലിനിക്കിന്റെ ഏറ്റവും വലിയ വരദാനം എന്ന് പറയുന്നത്. ആരോഗ്യ ചികിത്സാ സംബന്ധമായ മറ്റു വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. പത്തനംതിട്ട, ആറന്മുള, റാന്നി പ്രദേശങ്ങളിലേക്ക് രക്ഷാപ്രവർത്തനത്തിനായി നിരവധി മത്സ്യബന്ധന ബോട്ടുകൾ എത്തുന്നു. കൊല്ലത്തു നിന്നും കായംകുളത്തു നിന്നും ഉൾപ്പെടെയാണ് കൂടുതൽ മത്സ്യബന്ധന ബോട്ടുകൾ പത്തനംതിട്ടയിലേക്ക് വരുന്നത്. തൃശൂരിലെ കരുവന്നൂർ പുഴയിൽ ജലനിരപ്പ് മുന്നറിയിപ്പ് നിരപ്പായ 3.318 മീറ്റർ കടന്ന് 3.588 മീറ്ററായി ഉയർന്നു. ഇതിനെ തുടർന്ന് ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി ഇല്ലിക്കൽ റെഗുലേറ്ററിന്റെ ഷട്ടറുകൾ ഘട്ടം ഘട്ടമായി തുറക്കുന്നു. സമീപവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. ഇടുക്കിയിൽ മഴ ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ മലങ്കര ഡാമിന്റെ ഷട്ടറുകൾ കൂടുതൽ ഉയർത്തും. 1.5 മീറ്റർ വരെയാണ് ഘട്ടം ഘട്ടമായി ഷട്ടറുകൾ ഉയർത്തുക. കൂടുതൽ വെള്ളം ഒഴുക്കിവിടുന്ന സാഹചര്യത്തിൽ തൊടുപുഴ, മൂവാറ്റുപുഴ ആറുകളുടെ തീരത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകി. കുട്ടനാടും അപ്പർ കുട്ടനാടും പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങി. ആലപ്പുഴയിൽ 21 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. ചെങ്ങന്നൂരിൽ 12ഉം കുട്ടനാട്ടിൽ 5ഉം അമ്പലപ്പുഴ, കാർത്തികപ്പള്ളി എന്നിവിടങ്ങളിൽ 2 വീതവും ക്യാമ്പുകളാണ് നിലവിൽ പ്രവർത്തിക്കുന്നത്.
സംസ്ഥാനം പ്രളയക്കെടുതി നേരിടുന്നതിനിടെ കേരള മുഖ്യമന്ത്രി പൊന്നാനിയിൽ വിരുന്ന് സൽക്കാരത്തിൽ പങ്കെടുത്തതിനെ ചൊല്ലി ഉയർന്ന വിവാദത്തിൽ ഊണ് കഴിക്കുന്നത് തെറ്റാണോ എന്നായിരുന്നു മന്ത്രി കെ മുരളീധരന്റെ പ്രതികരണം. ഇത്തരം വിവാദങ്ങൾ വിഷയ ദാരിദ്ര്യത്തിന്റെ ഭാഗമാണെന്നും ദുരന്തത്തെ രാഷ്ട്രീയ ലാഭത്തിന് ഉപയോഗിക്കരുതെന്നും മുരളീധരൻ പ്രതികരിച്ചു. കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതി കേസിൽ പ്രതിയായ കെ.എ. രതീഷ് രാജിവെച്ചു. ഖാദി ബോർഡ് സെക്രട്ടറി, റൂട്രോണിക്സ് എം.ഡി എന്നീ സ്ഥാനങ്ങളാണ് രാജിവെച്ചത്. രാജിവെക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നിർദ്ദേശം നൽകിയിരുന്നു. മാസപ്പടി കേസിൽ പിണറായി വിജയന്റെ വീട്ടിൽ പരിശോധനയ്ക്കെത്തിയ ഇ.ഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിലെ 9 പ്രതികൾക്ക് ഉപാധികളോടെ ജാമ്യം അനുവദിച്ച് ഹൈക്കോടതി. പ്രതികളുടേത് ഗൌരവമുള്ള കുറ്റകൃത്യമെന്ന് കോടതി നിരീക്ഷിച്ചു. പ്രഥമ ദൃഷ്ട്യാ തെളിവുകളുണ്ടെന്നും കോടതി ചൂണ്ടിക്കാട്ടി. തെരുവുനായ നിയന്ത്രണത്തിന് അടിയന്തര നടപടികൾ നിർദ്ദേശിച്ച് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് സർക്കാരിന്റെ സർക്കുലർ. ഷെൽട്ടർ ഹോമുകൾ വേഗത്തിൽ തയ്യാറാക്കണമെന്നും നായ്ക്കളെ പിടികൂടാൻ പ്രത്യേക ഡ്രൈവ് നടത്തണമെന്നുമാണ് നിർദ്ദേശം. നെന്മാറ പോത്തുണ്ടിയിൽ കെഎസ്ആർടിസി ബസ് താഴ്ചയിലേക്ക് മറിഞ്ഞുണ്ടായ അപകടത്തിൽ ഒരു സ്ത്രീ മരിച്ചു. നിരവധി പേർക്ക് പരിക്കേറ്റു. ഇതിൽ 2 പേരുടെ നില ഗുരുതരമാണ്. നെല്ലിയാമ്പതിയിൽ നിന്ന് നെന്മാറയിലേക്ക് വരികയായിരുന്ന ബസ്സാണ് താഴ്ചയിലേക്ക് മറിഞ്ഞത്. ലിഫ്റ്റ് അപകടം. ക്ഷേത്ര ദർശനത്തിനെത്തിയ റിട്ടയർഡ് എഞ്ചിനീയർ ലിഫ്റ്റിനടിയിൽ കുടുങ്ങി മരിച്ചു. ഷിമോഗയിലെ ശ്രീ ദത്താത്രേയ ക്ഷേത്രത്തിലാണ് അപകടമുണ്ടായത്. 80-കാരനായ റിട്ടയർഡ് എഞ്ചിനീയർ ലിഫ്റ്റ് ഉണ്ടെന്ന് കരുതി തുറന്ന വാതിലിലൂടെ അകത്ത് പ്രവേശിക്കുകയായിരുന്നു. കർണാടകയിൽ പുതിയ മന്ത്രിമാരുടെ പട്ടിക തയ്യാറായി. 20 പേരാണ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. GS പാട്ടീൽ സ്പീക്കറാകും. പൊന്നെണ്ണയായിരിക്കും ഡെപ്യൂട്ടി സ്പീക്കർ. അതേസമയം സലീം അഹമ്മദ് കർണാടക ലെജിസ്ലേറ്റീവ് കൌൺസിൽ സ്പീക്കറും ഉമാശ്രീ ഡെപ്യൂട്ടി സ്പീക്കറുമായിരിക്കും. മഹാരാഷ്ട്ര കോൺഗ്രസിനെ വെട്ടിലാക്കി പാദപൂജ വിവാദം. മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ സംസ്ഥാന അധ്യക്ഷൻ നാനാ പട്ടോലെയുടെ കാൽ കഴുകുന്ന ദൃശ്യമാണ് പ്രചരിക്കുന്നത്. ഗുരുപൂർണിമയോട് ബന്ധപ്പെട്ട് നടന്ന ചടങ്ങുകളിലെ ദൃശ്യങ്ങളാണ് നിലവിൽ കോൺഗ്രസിനെതിരെ BJP ആയുധമാക്കിയിട്ടുള്ളത്. ചൈന, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് തുടങ്ങിയ അതിർത്തി പ്രദേശങ്ങളിലെ റെയിൽവേ അടിസ്ഥാന സൌകര്യങ്ങൾ ശക്തിപ്പെടുത്താൻ പുതിയ പദ്ധതിയുമായി കേന്ദ്രം. 18 മുതൽ 24 മാസത്തിനുള്ളിൽ 45,000 കോടി രൂപ ഇന്ത്യ നിക്ഷേപിക്കും. ഡൽഹിയിൽ നടന്ന വിദ്യാർത്ഥി പ്രതിഷേധത്തിനിടെ പ്രധാനമന്ത്രിക്കെതിരെ അധിക്ഷേപകരമായ പരാമർശം നടത്തിയ പെൺകുട്ടിക്കെതിരായ നിയമ നടപടികൾ ഡൽഹി പോലീസ് അവസാനിപ്പിച്ചു. പെൺകുട്ടി പ്രധാനമന്ത്രിയോട് മാപ്പ് പറയുകയും അദ്ദേഹം അത് സ്വീകരിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് നടപടി. ഇറാനെതിരെയുള്ള യുദ്ധത്തിൽ അടിയന്തരമായി പുതിയ തന്ത്രങ്ങളും ആശയങ്ങളും തേടി അമേരിക്കൻ സൈനിക വിഭാഗമായ സെൻട്രൽ കമാൻഡ് രംഗത്ത്. ആഴ്ചകളായി തുടരുന്ന കനത്ത വ്യോമാക്രമണങ്ങൾ കൊണ്ട് ലക്ഷ്യം കാണാൻ കഴിയാതെ വന്നതോടെയാണ് സൈന്യത്തിനുള്ളിൽ തന്നെ പരമ്പരാഗതമല്ലാത്ത പുതിയ വഴികൾക്കായുള്ള തിരച്ചിൽ സജീവമാക്കിയിരിക്കുന്നത്. ഗ്രീസിൽ കാട്ടുതീ അണയ്ക്കാനുള്ള ശ്രമത്തിനിടെ കൂട്ടിയിടിച്ച് ഹെലികോപ്റ്ററുകൾ. 2 പേർ കൊല്ലപ്പെട്ടു. ഡെൻമാർക്ക് സ്വദേശിയായ പൈലറ്റും ഗ്രീസിലെ അഗ്നിശമന സേനാംഗവുമാണ് കൊല്ലപ്പെട്ടത്. ബ്രിട്ടനിൽ നിന്നുള്ള പൈലറ്റും ഗ്രീസിൽ നിന്നുള്ള അഗ്നിരക്ഷാ സേനാംഗത്തിനും അപകടത്തിൽ ഗുരുതര പരിക്കേറ്റിട്ടുണ്ട്. ലൈംഗികാരോപണ കേസിൽ ഗുസ്തി ഫെഡറേഷൻ മുൻ അധ്യക്ഷനും BJP MPയുമായ ബ്രിജ് ഭൂഷൺ ശരൺ സിംഗിനെ കുറ്റവിമുക്തനാക്കി ഡൽഹി റൌസ് അവന്യൂ കോടതി. ലൈംഗികമായി പീഡിപ്പിച്ചെന്നാരോപിച്ച് വനിതാ ഗുസ്തി താരങ്ങളാണ് ബ്രിജ് ഭൂഷണെതിരെ പരാതി നൽകിയിരുന്നത്. ദീർഘനാളത്തെ വിചാരണ നടപടികൾക്ക് ശേഷം തെളിവുകളുടെ അഭാവത്തിൽ പ്രതികളെ കുറ്റവിമുക്തരാക്കുകയായിരുന്നു. തന്നെ തൂക്കിലേറ്റണമെന്നും ജീവനോടെ കത്തിക്കണമെന്നും ആവശ്യപ്പെട്ടവർ ഇനി ആത്മപരിശോധന നടത്തണമെന്ന് ബ്രിജ് ഭൂഷൺ ശരൺ സിംഗ്. അനുയോജ്യമായ സമയം വരുമ്പോൾ ഇതിനെല്ലാം മറുപടി നൽകുമെന്നും വിധിക്ക് പിന്നാലെ മാധ്യമങ്ങളോട് സംസാരിക്കവെ ബ്രിജ് ഭൂഷൺ പറഞ്ഞു. ബ്രസീൽ ഫുട്ബോൾ ടീം ഒക്ടോബർ 3-ന് കൊൽക്കത്തയിലെ സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ ഇന്ത്യയ്ക്കെതിരെ സൌഹൃദ മത്സരത്തിന് ഇറങ്ങാനൊരുങ്ങവെ സംഘാടകർക്കെതിരെ കടുത്ത വിമർശനവുമായി മുൻ ഇന്ത്യൻ ക്യാപ്റ്റൻ ബൈചുങ് ബൂട്ടിയ. വലിയ തുക മുടക്കി പ്രമുഖ ടീമുകളെ പ്രദർശന മത്സരങ്ങൾക്ക് എത്തിക്കുന്നതിനേക്കാൾ തകർന്നു നിൽക്കുന്ന ഇന്ത്യൻ ഫുട്ബോളിന്റെ അടിസ്ഥാന സൌകര്യങ്ങളും ഭരണ സംവിധാനവും മെച്ചപ്പെടുത്താനാണ് അധികൃതർ മുൻഗണന നൽകേണ്ടതെന്ന് ബൂട്ടിയ തുറന്നടിച്ചു. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ നിന്ന് പിന്മാറാനും സീനിയർ ടീമിനെ പൂർണ്ണമായി പിരിച്ചുവിടാനുമുള്ള തീരുമാനത്തിൽ നിന്ന് ടാറ്റ ഗ്രൂപ്പ് പിന്തിരിയണമെന്ന് അഭ്യർത്ഥിച്ച് ജംഷഡ്പൂർ FC താരങ്ങൾ. 2 ഇന്ത്യൻ ദേശീയ താരങ്ങൾ ഉൾപ്പെടെയുള്ള പ്രമുഖ കളിക്കാരാണ് ആശങ്കയുമായി രംഗത്തെത്തിയിരിക്കുന്നത്.